Hello students, welcome back to English Cafe. ഇന്ന് നമുക്കൊരു പുതിയ ക്ലാസ് ആണ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇപ്പോൾ കുറച്ച് ക്ലാസ് ഒക്കെ ആയി നമ്മൾ കേട്ടിട്ട് അല്ലേ? സോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഡൗട്ട്സ് എല്ലാം ക്ലിയറും ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, സോ ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അങ്ങ് തുടങ്ങാം അല്ലേ? സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന 2-3 വാക്കുകളെ പറ്റിയാണ്. സോ നമുക്ക് ഇനി കൂടുതൽ പറയണ്ട, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 3 വാക്കുകളാണ് ഫോർ, സിൻസ്, ടു. ഈ 3 വാക്കുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ എപ്പോഴും കേട്ട് വരുന്ന വാക്കല്ലേ ഈ ഫോർ എന്നുള്ളതൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ ഇത് ശരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയായിട്ടാണോ എന്നറിയോ? അറിയില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഇന്ന് ചെക്ക് ചെയ്യാം അല്ലേ, നിങ്ങൾ ശരിയായിട്ടാണോ യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങാനും തെറ്റിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാക്കാം, എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നമ്മൾ വരുത്തുക, അതൊക്കെ നമുക്ക് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, സോ തുടങ്ങുകയല്ലേ? ഓക്കെ, സോ ആദ്യത്തെ നമ്മുടെ വാക്കാണ് ഫോർ. ഫോർ എന്നുള്ളത് എവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യാൻ ചോദിച്ചാൽ, ചില സമയത്ത് വെൻ യു ഡു സംതിങ് ഫോർ സംവൺ, നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് ഫോർ യൂസ് ചെയ്യാം. കൺഫ്യൂഷൻ ആയോ? എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം, അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഫോർ യു, ഫോർ ഹിം, അവന് വേണ്ടി, നിനക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി. ഇപ്പോൾ ഒരാളുടെ പേര് പറയുകയാണെങ്കിൽ അഞ്ജലി എന്നാണെങ്കിൽ അഞ്ജലിക്ക് വേണ്ടി എന്നുള്ളൊരു മീനിങ് ആണ് ഈ ഫോറിന് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ സേ ഐ ബോട്ട് ദിസ് പെൻ ഫോർ യു, ഞാൻ ഈ പെന്ന് മേടിച്ചത് നിനക്ക് വേണ്ടിയാണ്. ഫോർ യു. ഓക്കെ, ഞാനിത് കൊണ്ടുവന്നത് നിനക്ക് വേണ്ടിയാണ്. ഐ ഗോട്ട് ദിസ് ഫോർ യു. ഓക്കെ, അപ്പം അങ്ങനെ ഒരാൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് ഈ ഫോർ യൂസ് ചെയ്യാം. അപ്പം ആർക്കാണോ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഹിം ആണ്, ഹെർ ആണ്, ആരാണോ അതിൻ്റെ മുന്നേ നമ്മൾ ഫോർ ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ ഒരാൾക്ക് വേണ്ടി എന്നുള്ളൊരു മീനിങ് ആണ് ഈ ഫോർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത യൂസിലേക്ക് പോവാം. അടുത്തതാണ് പേർപ്പസ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേർപ്പസ് എന്താണ്, അതിൻ്റെ ആവശ്യം എന്താണെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഫോർ യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കാം. ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല, എങ്ങനെ പോയാലും എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എപ്പോഴും കുറച്ച് ഏത് ഗ്രാമർ ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിലും കുറച്ച് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഫോർ റൈറ്റിംഗ്, ഫോർ ഈറ്റിംഗ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, ഐ യൂസ് ദ പെൻ ഫോർ റൈറ്റിംഗ്, എഴുതാൻ വേണ്ടി ഞാൻ പെൻ ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ ആ പേർപ്പസ് പറയാണ്, ഇതുകൊണ്ടുള്ളൊരു ആവശ്യം പറയാണ്. അപ്പോൾ എന്താണോ ആവശ്യം, എഴുതലാണ്. ആ ആവശ്യത്തിൻ്റെ മുന്നേ ഞാൻ ഫോർ ഇട്ട് കൊടുത്തു. അടുത്ത നോക്കിക്കേ, ഫോർ ഈറ്റിംഗ്. ഫോർ ഈറ്റിംഗ് ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ യൂസ് മൈ ഹാൻഡ് ഫോർ ഈറ്റിംഗ്, ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ചുകൊണ്ടാണ് കഴിക്കുന്നത്. അപ്പോൾ കഴിക്കുക എന്ന് പറയുന്നതിൻ്റെ മുന്നേ ആണ് ഞാനിവിടെ ഫോർ ഇട്ട് കൊടുത്തത്. അപ്പം നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ മുന്നേ ആയിട്ട് ഫോർ ഇട്ട് കൊടുക്കുക. പേർപ്പസ് എന്താണോ അതിൻ്റെ മുന്നേ ആയിട്ട് ഫോർ ഇട്ട് കൊടുക്കുക. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ബെനിഫിറ്റ്. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഉപയോഗത്തെ പറ്റി പറയുവാണെങ്കിൽ അവിടെ നമുക്ക് ഫോർ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്, നല്ല ഭക്ഷണം കഴിക്കുന്നത് ഹെൽത്തിന് നല്ലതാണ് എന്ന് പറയാറില്ലേ? അപ്പം ഗുഡ് ഫോർ യുവർ ഹെൽത്ത് എന്നാണ് പറയുക. ഫോർ ഹെൽത്തിന് നല്ലതാണ്. അപ്പം ഞാൻ പറയണേ, ഗ്ലാസ് ഉപയോഗിക്കുന്നത് കാഴ്ചയ്ക്ക് നല്ലതാണ്. വെൻ യു യൂസ് ഗ്ലാസസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദ സൈറ്റ്. ഓക്കെ, കാഴ്ചയ്ക്ക് നല്ലതാണ്. അപ്പം യൂസ്ഫുൾ ഫോർ എന്നുള്ളൊരു മീനിങ്. സോ എന്താണോ അതിൻ്റെ ബെനിഫിറ്റ് അവിടെ അതിന് ശേഷം എല്ലാം നമുക്ക് ഫോർ ഉപയോഗിക്കാം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂസാണ് പീരീഡ് ഓഫ് ടൈം. ടൈമിൻ്റെ ഒരു പീരീഡ് പറയുമ്പോഴും നമ്മൾ ഫോർ ഉപയോഗിക്കും. എങ്ങനെയാണെന്നല്ലേ, ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ 20 minutes, ഫോർ 2 months എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു മൊത്തം പീരീഡിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫോർ ഉപയോഗിക്കാം. ഞാൻ 2 മാസമായി ഇവിടെ ജോലി ചെയ്യുന്നു. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 months. ഓക്കെ, അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ ഹിയർ ഫോർ 20 minutes, ഞാൻ ഇവിടെ 20 മിനിറ്റായി ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 20 minutes, ഞാൻ 20 മിനിറ്റായി നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം മൊത്തം പീരീഡ് പറയുകയാണെങ്കിൽ നമുക്ക് ഫോർ യൂസ് ചെയ്യാം. ഇനി എങ്ങാനും നമുക്ക് മൊത്തം പീരീഡ് പറയുന്നില്ല, പക്ഷെ ഞാൻ ഇത്ര മണി മുതലാണ് നിന്നെ വെയിറ്റ് ചെയ്യുന്നത്, ആ ഒരു സ്റ്റാർട്ടിങ് ടൈമില്ലേ, നമ്മൾ എത്ര മണി മുതലാണ് അല്ലെങ്കിൽ എന്ന് മുതലാണ്, എപ്പോൾ മുതലാണ് എന്ന് പറയില്ലേ, അങ്ങനെയാണ് പറയേണ്ടതെങ്കിൽ അവിടെ നമ്മൾ ഫോർ യൂസ് ചെയ്യരുത്. അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ വാക്ക് സിൻസ്. ഓക്കെ, അവിടെ നമ്മൾ സിൻസ് ആണ് യൂസ് ചെയ്യുക.
മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ സിൻസ് 2 PM. ഓക്കെ, ഞാൻ 2 മണിക്കൂറായി നിന്നെ കാത്തു നിൽക്കുന്നു എന്ന് പറയുമ്പം ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 2 hours എന്നാണ് പറയുന്നത്. ഞാൻ നിന്നെ 2 മണി മുതൽ കാത്തു നിൽക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 2 PM എന്ന് വേണം പറയാൻ. എങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 2 PM ഇങ്ങനെ വേണം പറയാനായിട്ട്. ക്ലിയർ ആണോ? ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ടിങ് ടൈം പറയുവാണെങ്കിൽ അവിടെ നമ്മൾ സിൻസ് ഉപയോഗിക്കുക. മൊത്തം പീരീഡ് എത്ര നേരമായി എന്ന് പറയുവാണെങ്കിൽ അവിടെ നമ്മൾ ഫോർ യൂസ് ചെയ്യുക. ഇപ്പം സ്റ്റാർട്ടിങ് ടൈം പറഞ്ഞു, അതേപോലത്തെ എക്സാമ്പിൾ നോക്കിക്കുക. ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2018. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ അവിടെ ഒരു കൊല്ലം പറഞ്ഞു, 2018 കറക്റ്റായിട്ട് പറഞ്ഞു. 2018 ഇപ്പം ഞാൻ പറയുകയാണ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2018. ഞാൻ 2018 മുതൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം കറക്റ്റായിട്ട് ഞാൻ എപ്പോൾ തുടങ്ങി എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ ആ ഒരു സ്റ്റാർട്ടിങ് ടൈം സ്പെഷ്യലായിട്ട് കറക്റ്റായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സിൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2018 എന്ന് പറയില്ല. അവിടെ മീനിങ് 2018 വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ് ആണ്, അത് തെറ്റാണ്. സോ 2018 മുതൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ സിൻസ് 2018 എന്ന് വേണം പറയാൻ. ക്ലിയർ ആണോ? ഇതാണ് മെയിനായിട്ട് ഫോറും സിൻസും തമ്മിലുള്ളൊരു വ്യത്യാസം. എപ്പോഴും എല്ലാവരും തെറ്റിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഫോർ യൂസ് ചെയ്യേണ്ടടുത്ത് സിൻസ് യൂസ് ചെയ്യും, സിൻസ് യൂസ് ചെയ്യേണ്ടടുത്ത് ഫോർ യൂസ് ചെയ്യും. അപ്പം അങ്ങനെ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ ആവില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് 2 എന്നുള്ളൊരു വാക്കും കൂടി നോക്കുമല്ലേ? ഓക്കെ, അതാണ് നമ്മുടെ ലാസ്റ്റ് വേർഡ് കേട്ടോ. 2 എന്നുള്ളത് പല സാഹചര്യത്തിലും നമ്മൾ യൂസ് ചെയ്യും. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും 2 എന്നുള്ളത് അല്ലേ. 2 എവിടേക്കാണ് യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ മൂവ്മെൻറ്റിനെ പറ്റി പറയാം. നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണ്, ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താണോ, അതായത് നമ്മൾ പോകുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലത്തിനെ പറ്റി പറയാൻ നമുക്ക് 2 യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഡൽഹിയിലേക്കാണ് പോകുന്നതെന്ന് പറയാൻ വേണ്ടി ഐ എം ഗോയിങ് ടു ഡൽഹി. സോ നമ്മുടെ ഡെസ്റ്റിനേഷനാണ് ഈ ഡൽഹി. നമ്മൾ പോകുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ 2 യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പം ഞാൻ ബേക്കറിയിലേക്ക് പോവുകയാണെന്ന് പറയാൻ ടു ദ ബേക്കറി. ഓക്കെ, ഇനി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറയാനോ ഐ ആം ഗോയിങ് ടു ദി ഹോസ്പിറ്റൽ, ഐ ആം ഗോയിങ് ടു ദി ഓഫീസ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനെ പറ്റി പറയുമ്പം അതിന് മുന്നേ 2 യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ മൂവ്മെൻ്റ് ആണ് ബേസിക്കലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്താണ് ഈ 2 യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു സ്പെഷ്യൽ ഇൻഫർമേഷൻ ആണ്. അത് 2 ആയിട്ട് കൺഫ്യൂഷൻ വരുന്ന ഒരു സാധനമാണ്, നമ്മൾ മിക്കവാറും തെറ്റിക്കുന്ന ഒരു സാധനമാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയണമെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് പറയുക? ഈ ഒരു റൂൾ പ്രകാരം നമ്മൾ എങ്ങോട്ടേലും പോവുകയാണെങ്കിൽ ആ പോകുന്ന സ്ഥലം ഏതാണോ അതിൻ്റെ മുന്നേ ആയി നമ്മൾ 2 യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഐ എം ഗോയിങ് ടു ഡൽഹി, ഐ എം ഗോയിങ് ടു ദ ബേക്കറി എന്ന് വേണം പറയാൻ. അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ഐ എം ഗോയിങ് ടു ഹോം എന്നല്ലേ പറയാ? ആണ് അല്ലേ? നമ്മൾ ഈ റൂൾ പ്രകാരം നോക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും പറയാം. എന്നാൽ ഇത് തെറ്റാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ചുമ്മാ ഐ എം ഗോയിങ് ഹോം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഐ എം ഗോയിങ് ഹോം, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, ഐ എം ഗോയിങ് ഹോം. ഓക്കെ, ഇത്ര മാത്രം മതി. അവിടെ 2ൻ്റെ ആവശ്യമില്ല. ഇനി എങ്ങാനും ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറയണമെങ്കിൽ അവിടെ നമുക്ക് 2 ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഐ എം ഗോയിങ് ടു മൈ ഫ്രണ്ട്സ് ഹൗസ് അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. അപ്പോൾ അവിടെ നമുക്ക് 2 ആഡ് ചെയ്യാം. അല്ലാണ്ട് വെറുതെ വീട്ടിൽ പോകാമെന്ന് പറയാൻ വേണ്ടി ഐ എം ഗോയിങ് ഹോം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഐ എം ഗോയിങ് ടു ഹോം പറയേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ ആദ്യത്തത് അതാണ് നമ്മുടെ മൂവ്മെൻറ്റിനെ പറ്റി പറയാൻ. അടുത്തത് ഡ്യൂറേഷനെ പറ്റി പറയാനാണ്. 2 ടൈം പീരീഡിൻ്റെ ഇടയിലായിട്ട് നമുക്ക് 2 യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു വേർഡും കൂടിയുണ്ട്, അതാണ് ഫ്രം. ഓക്കെ, 6 മണി മുതൽ 8 മണി വരെ എന്ന് പറയണമെങ്കിൽ ഫ്രം 6 PM to 8 PM ഇങ്ങനെ വേണം പറയാൻ. അപ്പോൾ ഇവിടെ നമ്മൾ 2 വാക്കുകൾ ഉപയോഗിക്കണം, ഫ്രമ്മും ടൂവും. തുടക്കം ഏതാണോ അതിൻ്റെ മുന്നേ ഫ്രമ്മും, ഏത് വരെ എന്ന് പറയാൻ വേണ്ടി ടൂവും. ഓക്കെ, ഏത് വരെ എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ 2 ആഡ് ചെയ്യുന്നത്. ഫ്രം 6 PM to 8 PM. ക്ലിയർ? ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ഒരു യൂസേജും കൂടി നമുക്ക് നോക്കാം. അതാണ് പ്രെഫറൻസ്. പ്രെഫറൻസ് ഈ ഒരു വേർഡിൻ്റെ പ്രൊനൗൺസിയേഷൻ എല്ലാവരും ശ്രദ്ധിക്കണേ. പ്രിഫറൻസ് എന്ന് പറയാൻ ചാൻസ് ഉണ്ട്, അത് പ്രെഫറൻസ് ആണ്. ഓക്കെ, സോ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. സോ ഇത് പ്രെഫറൻസ് ആണ്. അപ്പം ഞാൻ ടീ ആണ് പ്രിഫർ ചെയ്യുന്നത്, കോഫിയേക്കാളും ടീ ആണ് എനിക്ക് ഇഷ്ടം എന്ന് പറയാൻ. നമ്മൾ യൂഷ്വലി പറയാം ഐ പ്രിഫർ ടീ ദാൻ കോഫി അല്ലെങ്കിൽ ഐ പ്രിഫർ ടീ ഓവർ കോഫി എന്നൊക്കെയാണ് അല്ലേ. പക്ഷെ ഇതെല്ലാം തെറ്റാണ്. എങ്ങനെയാണ് പറയേണ്ടത്? ഐ പ്രിഫർ ടീ ടു കോഫി, ഐ പ്രിഫർ ടീ ടു കോഫി എന്ന് വേണം പറയാൻ. അപ്പം അവിടെ നമുക്ക് 2 എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ 2 എവിടേക്കാണ് യൂസ് ചെയ്യുക? നമ്മുടെ മൂവ്മെൻറ്റിനെ പറ്റി പറയാൻ, അതായത് എവിടേക്കാണോ പോകുന്നത് അതിൻ്റെ മുന്നേ.
പിന്നെ 2 ഡ്യൂറേഷൻ്റെ ഇടയിലായിട്ട് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു വേർഡ് ഏതാണ്? ഫ്രം ആണ്. അതേപോലെ നമ്മുടെ പ്രെഫറൻസിനെ പറ്റി പറയാനും ടു യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ക്ലാസ്. 3 വാക്കുകളും എളുപ്പമല്ലേ? അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പേഴ്സൺ ട്യൂട്ടേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഇനി ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ പഠിച്ചതെല്ലാം നമുക്കൊന്നും കൂടി ഓടിച്ച് നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾ 3 വാക്കുകളാണ് ഇന്ന് പഠിച്ചത്, ഫോറും സിൻസും ടൂവും. ഫോർ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക? നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് ഫോർ യു, ഫോർ ഹിം, ഫോർ ഹെർ എന്നൊക്കെ പറയാം. ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേർപ്പസിനെ പറ്റി പറയാൻ ഫോർ റൈറ്റിംഗ്, ഫോർ റീഡിങ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ING ഫോം വേണം കേട്ടോ യൂസ് ചെയ്യാൻ. ഫോർ റൈറ്റിംഗ്, ഫോർ റീഡിങ്, ഫോർ ഈറ്റിംഗ്, ഫോർ ഡാൻസിങ്, ഫോർ സിംഗിങ്, വാട്ട് എവർ ഇറ്റ് ഇസ് ING ഫോം ആയിരിക്കും. ഫോർ സിംഗ് എന്ന് പറയരുത്, അല്ലെങ്കിൽ ഫോർ റൈറ്റ് എന്ന് പറയരുത്, റൈറ്റിംഗ് ആവും. ഡാൻസ് ഉള്ളത് ഡാൻസിങ് ആവും, സിംഗ് ഉള്ളത് സിംഗിങ് ആവും. അപ്പം അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഫോർ എന്തിനു വേണ്ടിയാണോ എന്നുള്ളൊരു മീനിങ് ആണ്, അതിന് വേണ്ടി. ഓക്കെ, അതേപോലെ എന്തിൻ്റെങ്കിലും യൂസേജിനെ പറ്റി പറയാൻ ഗുഡ് ഫോർ യുവർ ഹെൽത്ത്, ഇത് ഇത്രയും നല്ലതാണ്, ബെനിഫിറ്റ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പീരീഡ് ഓഫ് ടൈമിനെ പറ്റി പറയുമ്പോഴാണ്. ക്ലിയർ? അതേപോലെ പീരീഡ് ഓഫ് ടൈമിനെ പറ്റി പറയുമ്പം എപ്പം മുതൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ടൈം പറയുവാണെങ്കിൽ അവിടെ നമ്മൾ സിൻസ് ആണ് യൂസ് ചെയ്യുക. മൊത്തം ആ ടൈമിനെ പറ്റി പറയുമ്പം നമ്മൾ ഫോർ ആണ് യൂസ് ചെയ്യുക. ഇതാണ് ഫോറും സിൻസും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ടു ആണുള്ളത്. ടു എവിടേക്കാണ് യൂസ് ചെയ്യുക? മൂവ്മെന്റിനെ പറ്റി പറയുമ്പം, ഡ്യൂറേഷനെ പറ്റി പറയുമ്പം, അതേപോലെ പ്രെഫറൻസിനെ പറ്റി പറയുമ്പോഴും നമുക്ക് ടു യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട, നേരെ പോയി പേഴ്സൺ ട്യൂട്ടറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്തോളൂ. ഓക്കെ, സോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എവ്രി വൺ ടേക്ക് കെയർ ആൻഡ് ബൈ.